എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിർത്തിയതിൻ്റെ ബാക്കി എന്നോണം അല്ലെങ്കിൽ ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇപ്രാവശ്യം പോകാൻ പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് ഈസ് മീൻ ബൈ ഫീച്ചേഴ്സ്. എ ഫീച്ചർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ story that stresses the human interest angle. A news story usually stops after it has presented fact or ideas, but a feature story goes further than that. News is an objective and factual account of events where a reporter sticks to fact and tries to answer 6 basic questions. നേരത്തെ പറഞ്ഞ 5 Ws and 1 H തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. That make a news story. The ultimate aim of the reporter is to give fact or information of interest to readers. ഒരു ഫീച്ചറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് നൽകുക എന്നുള്ളതാണ്. അതിനകത്ത് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് 6 എലമെൻറ്റും അതിനകത്ത് കൊണ്ടുവരാനായിട്ട് അയാൾക്ക് കഴിയണമെന്നുള്ളതാണ്. ഹൂ, വാട്ട്, വെൻ, വേർ, വിച്ച് എന്നുള്ളത് ഉൾപ്പെടെ, വൈ എന്നുള്ളത് ഉൾപ്പെടെയും പ്ലസ് എച്ചിലെ ഹൗ എന്നുള്ള ടോപ്പിക്കും നമുക്കതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റണം. ഫീച്ചർ സ്റ്റോറീസ് ബൈ കോൺട്രാസ്റ്റ് ആർ റീഡ് മോർ ലൈക്ക് നോട്ടിഫിക്കേഷൻ ഷോർട്ട് സ്റ്റോറീസ്. Many have a beginning, a middle and an end. They focus on fact that amuse, entertain, inspire and stimulate. ഒരു ഫീച്ചർ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ആ ഫീച്ചർ നിർബന്ധമായിട്ട് 3-4 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫീച്ചറിന് ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കണം, ഒരു മിഡിൽ ഉണ്ടായിരിക്കണം, ഒരു എൻഡ് ഉണ്ടായിരിക്കണം. അതൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ഫീച്ചറിനും എല്ലാ ന്യൂസ് സ്റ്റോറിക്കും പോലും പലപ്പോഴും ഉണ്ടാവുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളൊരു ഫീച്ചറാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. 1 അമ്യൂസ്, 2 എൻ്റർടൈൻ, 3 ഇൻസ്പയർ, 4 സ്റ്റിമുലേറ്റ്. നിങ്ങളുടെ അത് വായിക്കുന്ന ആൾക്കൊരു താല്പര്യം ഉണ്ടാവണം, അയാളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫീച്ചർ വായിക്കുന്ന വ്യക്തിക്ക് അതൊരു ഇൻസ്പിറേഷനായിട്ട് മാറാനായിട്ടും പറ്റണം. ഇത്രയും കാര്യങ്ങൾ വന്നാൽ മാത്രമേ അതിനൊരു ഫീച്ചർ എന്നുള്ള കാറ്റഗറിയിൽ ശരിക്കും ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ. ദേ ഓൾസോ ഇൻഫോം. ഫീച്ചേഴ്സ് ആർ ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഓർ കളർ സ്റ്റോറീസ്. സാധാരണഗതിയിൽ ന്യൂസ് സ്റ്റോറീസിനെ കണക്കാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അത് ഇൻഫോർമേഷൻ തരുന്നതാണ്, അതില്ല എന്ന് പറയുന്നില്ല. ഒപ്പം തന്നെ ഫീച്ചേഴ്സ് എപ്പോഴും ഹ്യൂമൻ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അല്പം കളർ ആഡ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റോറീസ് ആയിരിക്കും. നിങ്ങളുടെ വായനയ്ക്ക് ഇമ്പം കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കും അവർ എഴുതിയിട്ടുണ്ടായിരിക്കുക. എ ഫീച്ചർ ഗോസ് മച്ച് മോർ ദാൻ ദ സ്കോപ്പ് ഓഫ് എ ന്യൂസ് സ്റ്റോറി. ഇറ്റ് ആഡ്സ് എ ന്യൂ ഡയമെൻഷൻ ടു ദി ന്യൂസ്. എ ഫീച്ചർ ട്രൈസ് ടു എക്സ്പ്ലോർ ദ ബാക്ക്ഗ്രൗണ്ട്, പ്രോബ്സ് ആൻ ഐഡിയ ഓർ ഇവൻറ്റ്. ഒരു ഫീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഐഡിയ ഉണ്ടായിരിക്കും. എന്താണ് ഈ സംഭവം ഉണ്ടാവാനുണ്ടായ കാരണം, എങ്ങനെയാണിത് സംഭവിച്ചത്, അതിലേക്ക് ലീഡ് ചെയ്ത ചില ഫാക്ടേഴ്സ് എന്തൊക്കെ, ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എന്തായാലും കൊടുക്കണം. ദെൻ പ്രോബ്സ് ആൻഡ് ഐഡിയ ഓഫ് ഇവൻറ്റ്. ഈ ഇവൻറ്റുമായിട്ട് സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ആഡ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ മിയർ നരേഷൻ of an event. The purpose is to both inform and entertain, and also to arouse curiosity, sympathy, humor and other human feelings among the readers. ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ഒരു കഥ എഴുതുന്ന പോലെ എഴുതി പോകാനുള്ളതല്ല. അത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യണം, അതേസമയം നിങ്ങളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. സിമ്പതി ക്രിയേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ സിമ്പതി ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അക്കോർഡിംഗ്ലി ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതും ആയിരിക്കണം. ദ പർപ്പസ് ഈസ് ബോത്ത് ഇൻഫോം ആൻഡ് എൻ്റർടൈൻ and also arouse curiosity, sympathy, humor and other human feelings
among the readers. A feature writer provides a colorful background and explanatory detail of a story. നിങ്ങൾക്കൊരു സ്റ്റോറിയെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ളത്ര എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ അതിനൊരു കളർഫുൾ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം എന്നുള്ളത്. നിങ്ങളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് ആ സ്റ്റോറിയിലേക്ക് വന്നാൽ മാത്രമേ പ്രേക്ഷകന് അതിൻ്റെ മുൻപുണ്ടായത് എന്ത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. ഇൻ ദ കേസ് ഓഫ് ഹൈജാക്കിംഗ് ഓഫ് എ പ്ലെയിൻ, the lead stories will focus on hard fact such as the number of passengers, destination of the plane, the response of the government, the motives of the hijackers, and the detail of the crisis management. On the other hand, a feature writer can concentrate on the experiences, feelings, narrow escapes of passengers, the anxiety of the relatives of the passengers and crew. രണ്ട് രീതിയിലൂടെയാണ് പോകുന്നത്. അതാണ് ന്യൂസ് സ്റ്റോറിയും ഫീച്ചറും തമ്മിലുള്ള വ്യത്യാസം. ന്യൂസ് സ്റ്റോറിയിൽ എന്താണ് കാര്യങ്ങൾ, എത്രത്തോളം ആൾക്കാർക്ക് പ്രശ്നമുണ്ടായി, അത് ആരെയൊക്കെ ബാധിക്കും, ഏതൊക്കെ തരത്തിൽ അവർക്കതൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുമ്പോൾ ഫീച്ചർ സ്റ്റോറി ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഡിസ്കസ് ചെയ്യുക. ഫീച്ചർ സ്റ്റോറി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ആംഗിളിലൂടെ ആയിരിക്കും. ഇപ്പോൾ ഒരാൾ അദ്ദേഹം പ്ലെയിനിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഈ ഹൈജാക്കിങ്ങിൻ്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നത്. പക്ഷേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ചെയ്തത് ഒരു കടലിലേക്കായിരുന്നു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ സ്വിമ്മിങ് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ട് നീന്തി ഒരു ദ്വീപിലേക്ക് എത്തിച്ചേരുകയും അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ നീന്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ അതിനെയൊക്കെ കൃത്യമായിട്ട് ദൃശ്യവൽക്കരിച്ച് പ്രേക്ഷകൻ്റെ മുൻപിൽ അവതരിപ്പിക്കുക. അപ്പോൾ വായിക്കുന്നവനൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഇൻട്രസ്റ്റാണ് ഫീച്ചർ റൈറ്റിങ്ങിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. എ ഫീച്ചർ could also be written on the laxity in screening and checking passengers and security lapses. Similarly, if there is a hike in the prices of cooking gas or petroleum product, the news item will contain the extent of increase, the need for the hike, and the possible consequences. A feature can present stories on the reaction of housewives, hoteliers, car owners, taxi drivers, and the impact of the hike in their lives. പെട്രോളിയം ഉൽപ്പന്നത്തിന് വില കൂടി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ന്യൂസ് സ്റ്റോറി ആണെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടി, പെട്രോളിന് ഇത്ര രൂപ, ഡീസലിന് ഇത്ര രൂപ, ഗ്യാസിന് ഇത്ര രൂപ എന്നുള്ള നിരക്കിലാണ് വർധനവ് വന്നിട്ടുള്ളത്. ഇത്രയും പറഞ്ഞാൽ ന്യൂസ് സ്റ്റോറി കഴിഞ്ഞു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ വിലക്കയറ്റമാണ് പ്രാദേശിക വിപണിയിൽ വില കയറാനായിട്ട് കാരണമായത്. അത്രയൊക്കെ പറഞ്ഞാൽ അവസാനിച്ചു. അതേസമയം ഫീച്ചർ ആണെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇത്രയിൽ നിന്നിരുന്ന വില കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടയിൽ ഇത്ര രൂപ വീതം വർദ്ധിച്ച് ഇന്ന് ഇത്രയിൽ എത്തി നിൽക്കുകയാണ്. പെട്രോളിയം ബാരലിന് ഇത്ര രൂപ ക്രൂഡ് ഓയിലിന് വിലയുണ്ടായിരുന്ന സമയത്ത് പോലും ഇന്ത്യയിൽ പെട്രോളിന് ഇത്രയും വിലയുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ബാരലിന് ക്രൂഡ് ഓയിൽ $8, $15, $20 വരെ കുറഞ്ഞപ്പോൾ ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായിട്ട് കൂടി. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സെസ് മുതലായ ടാക്സുകളിൽ വർധന വരുത്തിയതോടുകൂടി ജനങ്ങൾക്ക് ഇത് അടിയുടെ മേൽ ഒരടി കൂടി കിട്ടിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അതാണ് ഫീച്ചർ സ്റ്റോറി എന്ന് പറയും. പിന്നെ അത് ആരെയൊക്കെ ബാധിക്കും, ഏതൊക്കെ ജനങ്ങളത് സാരമായിട്ട് ബാധിക്കാം, ആർക്കൊക്കെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഇമ്പാക്റ്റ് ഉണ്ടായവരിൽ നിന്നുള്ള അനുഭവങ്ങൾ കൂടി ഷെയർ ചെയ്യുമ്പോൾ അതൊരു ഫീച്ചറായിട്ട് മാറും. റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് എ ഫീച്ചർ, എങ്ങനെയാണ് ഒരു ഫീച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. ഫീച്ചർ ആൻഡ് ന്യൂസ് സ്റ്റോറി ഡിഫർ എ ഗ്രേറ്റ് ഡീൽ ഇൻ ദി സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ദ ബേസിക് പർപ്പസ് ഓഫ് എ ന്യൂസ് സ്റ്റോറി ഈസ് ടു ഗീവ് എ ഫാക്ച്വൽ അക്കൗണ്ട് ഓഫ് ആൻ ഇവൻറ്റ് ഓർ ഇഷ്യൂ ഇൻ എ സിമ്പിൾ ലാംഗ്വേജ്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള ആശയം കൈമാറ്റം ചെയ്യുന്നതാണ് ന്യൂസ് സ്റ്റോറിയുടെ രീതിയെങ്കിൽ ദ സ്റ്റൈൽ ഫോളോവഡ് ഇൻ ന്യൂസ് റൈറ്റിംഗ് ഈസ് ഇൻ ദി ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്.
the lead or introduction in the news story attempt to present as far as possible all important facts. There is not much room for color or ornamentation. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ന്യൂസ് സ്റ്റോറിയിൽ വലിയ ഭംഗി വരുത്തലോ കൂടുതൽ ആഡ് ചെയ്യലോ കൂട്ടിച്ചേർക്കലോ ഒന്നും ഉണ്ടാവില്ല. ടു ദ പോയിന്റിലേക്കായിരിക്കും ന്യൂസ് സ്റ്റോറി പോകുന്നുണ്ടായിരിക്കുക. അവിടെ കൃത്യമായിട്ട് എന്താണോ സംഭവിച്ചത് ആ സംഭവിച്ചതിനെയാണ് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ടായിരിക്കുക. നേരെ മറിച്ച് ഒരു ഫീച്ചർ സ്റ്റോറി എഴുതുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഫീച്ചറിൽ നമുക്ക് കളർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പറയാനുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് അതിനകത്ത് കൂടുതലായിട്ട് കോട്ട് ചെയ്യാം. പിന്നെ ഡയറക്റ്റായിട്ട് 6 കാര്യങ്ങൾ എടുത്ത് കാണിച്ച് അവസാനിപ്പിക്കാനായിട്ട് തിരക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഓരോന്നും നിങ്ങൾക്ക് വിശകലനം ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് അവസാനം ഒരുമിച്ച് പറയാം. ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എഴുതാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഈ ഫീച്ചറിനെ കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. എ feature follows an entirely different style. There is no set format and pattern in a feature. The writers have more freedom and they can freely react to situations, events and the people with emotion and imagination. They can try to communicate ideas in an effective, interesting and entertaining manner and apply their unique style of writing. The writer has also the freedom to add color and ornamentation to the features. ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് വ്യത്യാസം എന്നുള്ളത്. ഒരെണ്ണത്തിൽ കളറും ആഡിങ്ങും ഒക്കെ പോസിബിൾ ആകുമ്പോൾ മറ്റൊരിടത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരെണ്ണത്തിൽ വലിച്ചു നീട്ടി നറേറ്റ് ചെയ്ത് അയാളുടെ റൈറ്റിംഗ് സ്കില്ലനുസരിച്ച് അയാൾക്ക് അതിനെ ഇലാബറേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ ന്യൂസ് സ്റ്റോറിയിൽ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ടു ദ പോയിൻ്റ് കാര്യങ്ങൾ മാത്രം വിശദീകരിച്ച് പോകാനാണ് സാഹചര്യമുള്ളൂ. ഇൻ ജനറൽ features explore topic in greater depth than news stories. To do this, features writers may borrow techniques from fiction such as using description, sensory detail, quotations and anecdotes. They may use characterization, setting, plot structure and other elements to dramatize story theme. ഒരു ഫീച്ചർ റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു സ്റ്റോറി റൈറ്റർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ സാങ്കേതികതകളും ഉപയോഗിക്കും. ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ചില ക്യാരക്ടറുകളെ കൊണ്ടുവരിക, അതിനെ ക്യാരക്ടറായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തക്ക രീതിയിലേക്ക് അതിൻ്റെ മൂഡിനെ സെറ്റ് ചെയ്തെടുക്കുന്ന രീതിയിലൊക്കെ ചിലപ്പോഴൊക്കെ എഴുതുന്നത് കാണാറുണ്ട്. ഫീച്ചർ സ്റ്റോറീസ് ആർ ജേർണലിസ്റ്റിക്. ദേ ആർ നോട്ട് ഫിക്ഷൻ ഓർ ക്രിയേറ്റീവ് റൈറ്റിംഗ്. പക്ഷേ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് അല്ല. ക്രിയേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി സ്വയം കണ്ടെത്തുന്ന അല്ലെങ്കിൽ സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, എല്ലാം റിയൽ ഫാക്റ്റാണ്. ഫാക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫാക്റ്റിനെ നമുക്ക് മാറ്റിയെടുക്കാനോ നീക്കിക്കളയാനോ ഒന്നും പറ്റില്ല. അത് റൈറ്റർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു ജേർണലിസ്റ്റിക് റൈറ്റിംഗ് തന്നെയാണ്, വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. Nothing is made up. The infamous case of Janet Cook is a fine reminder. Like news stories, features are factual and original. They are fair, balanced and based on verifiable information. Depending upon the content, features can be classified into the following categories. അപ്പോൾ നമ്മൾ എഴുതുന്നതിൽ സത്യസന്ധമായിരിക്കണം, ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങളായിരിക്കണം. നമ്മളായിട്ടൊന്നും തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തതായിരിക്കരുത്. അങ്ങനെ നമ്മൾ എഴുതുന്ന സ്റ്റോറീസ് ഫീച്ചേഴ്സിൻ്റെ കണ്ടൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫീച്ചേഴ്സിനെ പലതരത്തിൽ തിരിക്കാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും 8 തരത്തിലുള്ള ഫീച്ചറുകളാണ് സാധാരണഗതിയിൽ കാണാറ്. നമുക്ക് ഓരോന്നും എന്താണെന്നൊന്ന് നോക്കാം. പ്രൊഫൈൽസ് ഓർ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ്. പേരിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. പ്രൊഫൈൽ ഡിസ്ക്രൈബ് ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ. ദ പീപ്പിൾ മേ ഹാവ് ഓവർകം എ ഹാൻഡിക്യാപ്പ്, പെർസ്യൂസ്ഡ് ആൻ അൺയൂഷ്വൽ കരിയർ, അച്ചീവ്ഡ് സക്സസ് ഓർ ബിക്കം ഫേമസ് ബിക്കോസ് ഓഫ് ദെയർ കളർഫുൾ പേഴ്സണാലിറ്റി. സാധാരണഗതിയിൽ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫൈൽ ഫീച്ചേഴ്സ് എഴുതാറ് പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളുടെയാണ്. ഒന്നുകിൽ അസൂയാർഹമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരിയറിന് ഉടമയായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സ്കില്ലുള്ള വ്യക്തി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളുള്ളൊരു വ്യക്തിയൊക്കെ ആണെങ്കിലാണ് നമ്മൾ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാറ്. ടു ബി ഇഫക്റ്റീവ്,
Profiles must do more than list an individual's achievements or important dates in the individual's life. They must reveal the person's character. To gather the necessary information, feature writer often watch their subject at work, visit them at home, and interview their friends, relatives, and business associates. ഒരു ഫീച്ചർ ഒരാളെക്കുറിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ, പ്രൊഫൈൽ ഫീച്ചർ തയ്യാറാക്കുകയാണെങ്കിൽ ആ തയ്യാറാക്കുന്ന വ്യക്തി ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ഈ വ്യക്തി വർക്ക് ചെയ്യുന്നിടത്ത് പോയിട്ട് ഇദ്ദേഹത്തെ കാണണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മേഖല ഏതാണോ അവിടെ പോയിട്ട് ഇദ്ദേഹത്തെ കാണണം. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സും അദ്ദേഹത്തിൻ്റെ കോവർക്കേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, ഫാമിലിയും ഒക്കെ ആയിട്ട് സംസാരിക്കേണ്ടി വരും. അദ്ദേഹത്തെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും. അദ്ദേഹം പങ്കെടുക്കുന്ന എല്ലാ മേഖലകളെയും ടച്ച് ചെയ്താൽ മാത്രമേ ഒരാളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസോട് കൂടിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഫീച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഒരുപാട് ടൈം എടുക്കുന്ന, ഒപ്പം തന്നെ വളരെ എഫേർട്ട്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. Completed profile would then consist of several quotes and describe the persons. The best profile are so revealing that readers and the viewers feel as thought they have actually met and talked to the people. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള, ഒരു കൃത്യമായിട്ടുള്ള ഒരു നല്ല ഫീച്ചറാണ് നിങ്ങൾ തയ്യാറാക്കിയതെങ്കിൽ, പേഴ്സണാലിറ്റി ഫീച്ചറാണ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ, അത് വായിച്ചു കഴിയുന്ന പ്രേക്ഷകനുണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത്, നമ്മൾ നേരിട്ട് പോയിട്ട് ഇയാളെ കണ്ട് സംസാരിച്ചാൽ എന്തൊക്കെ ചോദിക്കും, എന്തൊക്കെ മനസ്സിലാക്കും, അതൊക്കെ കണ്ട് കേട്ട് മനസ്സിലാക്കിയ പോലത്തെ ഒരു ഫീലാണ് റീഡർക്ക് കിട്ടുക. അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളുടെ ഫീച്ചർ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സെക്കൻഡ് വൺ, ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ്. Historical features commemorate the dates of important events such as the bombing of Hiroshima, assassination of Mahatma Gandhi, tsunami tragedy, and bombing of World Trade Center. News organizations also publicize historical features on the 100th birthdays and the anniversaries of the births and deaths of famous people. Historical എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രപരമായ, ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ ഒരു റീകളക്ഷനെയാണ് ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയും. സാധാരണഗതിയിൽ അതിൻ്റെ ആനിവേഴ്സറി ഡേ, അല്ലെങ്കിൽ ആ മരിച്ചുപോയ പ്രധാനപ്പെട്ട വ്യക്തിയുടെ ജന്മദിനം, മരണദിനത്തിനൊക്കെയാണ് ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ് സാധാരണ കടന്നു വരാറുള്ളത്. ഇപ്പോൾ അടുത്ത ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മനോരമ ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ചും അന്ന് മലയാള മനോരമയിൽ നടത്തിയ സന്ദർശനത്തെക്കുറിച്ചൊക്കെ വളരെ വിപുലമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഫീച്ചറാണ്. കാരണം അദ്ദേഹം അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വന്നു പോയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് അന്ന് മനോരമ ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, ഈ ഇത്തരത്തിൽ അവർ ഒരു അതിൻ്റെ ഓർമ്മ ജനങ്ങളിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അന്ന് പ്രത്യേകം പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അതർ ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സ് ആർ ടൈഡ് to current events. If a tornado, flood, or earthquake strikes your city, the news organizations are likely to present stories about earlier cyclones, floods, or earthquakes. When Mrs. Benazir Bhutto, the former Prime Minister of Pakistan, was assassinated, news organizations listed stories about the assassination of the other world leaders. അപ്പോൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ എടുത്തിടുന്ന രീതി പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ തന്നെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. 1351 ഇംഗ്ലണ്ടിൽ പ്ലേഗ് പടർന്നു പിടിച്ചിരുന്നു. ബ്ലാക്ക് ഡെത്ത് എന്ന പേരിലൊരു പ്ലേഗ് പടർന്നു പിടിച്ചായിരുന്നു. അന്ന് ഇംഗ്ലണ്ടിനെ പിടിച്ചു കുലുക്കിയേക്കാൾ കൂടുതൽ ആൾക്കാർക്കാണ് കൊറോണ ബാധിച്ചതെന്നും അതിൽ കൂടുതൽ പേര് മരിക്കാനിടയായ സാഹചര്യം കൊറോണ മൂലം ഉണ്ടായി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന വേറെ ഏതെങ്കിലും സംഭവം മുൻപ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റീകളക്ട് ചെയ്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. Adventure features. Adventure features describe unusual and exciting experiences, perhaps the story of someone who survived an aeroplane crash, climbed a dangerous mountain, sailed around the world, served in the peacekeeping force, or fight in a war. In this type of feature story,
quotations and descriptions are very important. For example, a feature writer often use survivors account to recreate how a tragedy strikes. അഡ്വഞ്ചർ ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഹിമാലയം കീഴടക്കി ആ കീഴടക്കിയ ആളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട ബുദ്ധിമുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു ഫീച്ചർ തയ്യാറാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഇപ്പോൾ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്നു ആ വ്യക്തിയെക്കുറിച്ചൊരു ഫീച്ചർ. അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ചെയ്ത വ്യക്തിയാണ്. അത് അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ എക്സ്പീരിയൻസും അദ്ദേഹത്തിന് ജനങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഫീച്ചർ തയ്യാറാക്കുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫീച്ചറുകൾ ധാരാളം നമ്മൾ ഡെയിലി പത്രങ്ങളിലും മാഗസിനുകളിലൊക്കെ കാണുന്നതാണ്. സീസണൽ ഫീച്ചേഴ്സ്, ചില സമയങ്ങളിൽ മാത്രം വരുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഉദാഹരണം, feature writers are often assigned topics about season and holidays, about Independence Day, Teachers Day, Onam, November 1st and the opening day of schools. Feature writers must find a new angle to make them interesting. ചില കാര്യങ്ങൾ വരാൻ പോകുമ്പോൾ, പുതിയത് സംഭവിക്കാൻ പോകുമ്പോൾ ആ ഡേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഫീച്ചറുകൾ ചിലപ്പോൾ എഴുതും. മുൻപുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ ഡേറ്റ് തന്നെ മുൻപ് സെലിബ്രേറ്റ് ചെയ്തവരുടെ എക്സ്പീരിയൻസിലൂടെ ഒരു തിരിഞ്ഞു നോട്ടം, അല്ലെങ്കിൽ അവർക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ആ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള മെസ്സേജ്. ഇപ്പോൾ പുതിയ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന ദിവസം അവർക്ക് കൊടുക്കാനായിട്ട് ചില എമിനൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ മെസ്സേജുകൾ, അവരുടെ കുട്ടിക്കാലത്തുള്ള അവരുടെ ഓർമ്മകൾ, അതൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സീസണൽ ഫീച്ചേഴ്സ് ചെയ്തത്. പിന്നെ ചില സമയങ്ങളിൽ മഴക്കാലമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രോഗങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ ഫീച്ചറുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകുമ്പോൾ അത് ഹിസ്റ്റോറിക്കൽ ഫീച്ചറിലും വരും. കാരണം 2019 മഴ കൂടുതൽ കിട്ടുമ്പോൾ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകുമ്പോൾ തന്നെ പറയും 2018 മഴ ഗംഭീര മഴയായിരുന്നു, അന്ന് കേരളത്തിലെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിൽ പെട്ടുപോവുകയും ആൾക്കാർ ഒരുപാട് സഫർ ചെയ്യുകയും ചെയ്ത കാലഘട്ടമായിരുന്നു എന്നൊക്കെ നമ്മൾ ഇനിയൊരു ഫ്ലഡ് ഉണ്ടാകുമ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് എഴുതും. അപ്പോൾ സീസണലായിട്ട് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15 എന്തായാലും വലിയ വലിയ ഫീച്ചറുകൾ എല്ലാ പത്രത്തിലും വരും. കാരണം ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹത്തിന് ഇപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതൊരു സാധ്യതയാണ്. എക്സ്പ്ലനേറ്ററി ഫീച്ചേഴ്സ്. Explanatory features are also called interpretative features. In these features, the writer provides a more detailed description or explanation of topic in a news. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു വാർത്തയെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠനം നടത്തി അതിൻ്റെ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ അനലൈസ് ചെയ്ത് മാക്സിമം എക്സ്പ്ലനേഷൻസ് കൊടുത്ത് എന്തുകൊണ്ട് സംഭവിച്ചു, ഇനി സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയും അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട മുൻകരുതൽ, ഇങ്ങനെ തുടങ്ങി എല്ലാ ഭാഗങ്ങളെയും വിശദീകരിച്ച് കൃത്യമായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കുന്ന തരത്തിലുള്ള എക്സ്പ്ലനേറ്ററി ഫീച്ചേഴ്സ് ധാരാളം ഉണ്ടാവാറുണ്ട്. എക്സ്പ്ലനേറ്ററി ഫീച്ചേഴ്സ് മേ എക്സാമിൻ എ സ്പെസിഫിക് ഓർഗനൈസേഷൻ, ആക്ടിവിറ്റി, trend or idea. After news stories describe an act of terrorism, an explanatory feature may examine the terrorist identity, tactics and goals. ആണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് സംഭവിച്ചു, എന്തിനു വേണ്ടി ചെയ്തു, ഇനി ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെ തുടങ്ങി ഒരു കാര്യത്തിൻ്റെ A to Z പോസിബിലിറ്റീസിനെ ചർച്ച ചെയ്യുന്നതാണ് എക്സ്പ്ലനേറ്ററി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. After a bank robbery, an explanatory feature may describe the training given by the bank to their employees to tackle the act of robberies, or may reveal more about a typical bank robbers, including the robber's chances of getting caught and probable punishment. ചിലപ്പോൾ ഒരു ആളെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു ബാങ്ക് കൊള്ളയടിച്ച ആളെ പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ശിക്ഷയാണ് കിട്ടാൻ സാധ്യത, എങ്ങനെയാണ് ഇവരെ പിടിക്കുന്നത്, എന്തൊക്കെ ടാക്ടിക്സാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, ഇനിയൊരു സാധ്യത ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഒരു എക്സ്പ്ലനേറ്ററി ഫീച്ചർ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുക. അൺയൂഷ്വൽ ഓക്യുപ്പേഷൻ ഓർ ഹോബി ഫീച്ചേഴ്സ്. അത് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്നൊരു പ്രവണതയാണ്. സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു
എന്ത് തരത്തിലുള്ള കളക്ഷൻ ആയാലും, ചിലർക്ക് ചില മ്യൂസിക്കൽ ആൽബംസിൻ്റെ കളക്ഷൻ ഉണ്ടായിരിക്കും, കാസറ്റുകളുടെ കളക്ഷൻ ഉണ്ടായിരിക്കും, CDസിൻ്റെ കളക്ഷൻ ഉണ്ടായിരിക്കും, ചിലർക്ക് പല വിദേശ നാണയങ്ങളുടെയോ അല്ലെങ്കിൽ അവിടുത്തെ കറൻസികളുടെയോ കളക്ഷൻ ഉണ്ടായിരിക്കും, ഒരുപാട് രാജ്യങ്ങൾ അതിനുവേണ്ടി സന്ദർശിച്ച ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളിലൊരു താല്പര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് അറിയാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്തുകൊണ്ടുള്ള ഫീച്ചേഴ്സും സാധാരണ പുറത്തിറങ്ങാറുണ്ട്. റിപ്പോർട്ടേഴ്സ് മേ റൈറ്റ് അബൌട്ട് ആൻ ഓക്യുപ്പേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ഡേഞ്ചറസ്, highly specialized or exciting. They may also pick a boring or exacting job that is fulfilling to a physical challenged worker because it allows him or her to earn money and live independently. അപ്പോൾ ചില കാര്യങ്ങളിൽ ചിലർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില ജോലികളെക്കുറിച്ചുള്ള ഫീച്ചറുകൾ വരാറുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ മാത്രം അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ചിലർ മാത്രം തിരഞ്ഞെടുക്കുന്ന ചില തൊഴിൽ സാധ്യതകളെ, തൊഴിൽ മേഖലകളെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഫീച്ചേഴ്സ് വരാറുണ്ട്. അതുമല്ലെങ്കിൽ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരുടെ ഫീച്ചേഴ്സും ചിലപ്പോഴൊക്കെ വരാറുണ്ട്. സ്ട്രേഞ്ച് ഹോബീസ് മേക്ക് ഗുഡ് ടോപ്പിക് ബിക്കോസ് they tend to involve colorful characters. Feature writer often find stamp, coin collectors and craft enthusiasts to be passionately involved in their hobbies. ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ചിലരുടെ ചില പ്രത്യേക രീതികൾ, ചില പ്രത്യേക താല്പര്യങ്ങൾ, ചിലർ ചെയ്യുന്ന പ്രത്യേക കളക്ഷൻ സിസ്റ്റംസ്, അതിനെയൊക്കെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയും നമ്മുടെ നാട്ടിലുണ്ട്. വേൾഡ്സ് ലാർജസ്റ്റ് ലോക്ക്ഡൗൺ, എ മദർ പുള്ളിങ് ഹെർ സൺ ഓൺ എ സ്യൂട്ട് കേസ് ടു ഹെർ വില്ലേജ് ഡ്യൂറിങ് COVID-19 ലോക്ക്ഡൗൺ ഇൻ ഇന്ത്യ. വൺ ഓഫ് ദി ഹൗണ്ടിങ് ഇമേജ് ഓഫ് മൈഗ്രേഷൻ ട്രിഗേർഡ് ബൈ ഹാസ്റ്റി ആൻഡ് അൺപ്ലാൻഡ് ലോക്ക്ഡൗൺ. ഒരു ലോക്ക്ഡൗൺ ഉണ്ടായതിനെ തുടർന്ന്, അതും പെട്ടെന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് മുൻപേ നമ്മൾ ലോക്ക്ഡൗണിലേക്ക് പ്രവേശിച്ച രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അവസ്ഥയിൽ ഒരു കരളലിയിക്കുന്ന രംഗമാണത്. കാരണം ഒരമ്മ ആ കുട്ടിയെ സൂട്ട് കേസിൻ്റെ മുകളിൽ വെച്ചിട്ട് തള്ളിക്കൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പെട്ടെന്നുണ്ടായൊരു ബുദ്ധിമുട്ടിനെ മറികടക്കാനുള്ള സാഹചര്യം. അവർ മൈഗ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ലോക്ക്ഡൗൺ വരുന്നത്. അപ്പോൾ അവർക്ക് അത്രയും ദൂര യാത്രയ്ക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാണ്ടായപ്പോൾ അതിന് മറികടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പേഴ്സണൽ എക്സ്പീരിയൻസ് ഫീച്ചേഴ്സ്, ഇപ്പോൾ പറഞ്ഞ പോലത്തെ തന്നെ അഡ്വഞ്ചർ ഫീച്ചറിൻ്റെയൊക്കെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. നിങ്ങൾക്കുണ്ടായ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുന്ന രീതി. ന്യൂസ് സ്റ്റോറീസ് ആർ യൂഷ്വലി റിട്ടൺ ഇൻ ദി തേർഡ് പേഴ്സൺ വിത്ത് റിപ്പോർട്ടർ ബീയിങ് എ ന്യൂട്രൽ ഒബ്സർവർ ഓർ ഔട്ട്സൈഡർ. പലപ്പോഴും നമ്മളുടെ ന്യൂസ് സ്റ്റോറീസൊക്കെ വരിക, റിപ്പോർട്ടർ പോയിട്ട് വാർത്ത കാണും, എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്തു, ഇദ്ദേഹം അങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഫീച്ചർ സ്റ്റോറീസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദി ഫസ്റ്റ് പേഴ്സൺ, ഐ ഓർ വി, വിത്ത് ദി ജേർണലിസ്റ്റ് അപ്പിയറിംഗ് ഇൻ ദി സ്റ്റോറി. ചില സമയങ്ങളിൽ ഫീച്ചറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്, അതിനുള്ള ഏറ്റവും വലിയൊരു സാധ്യതയാണ്, സ്കോപ്പാണ്, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ എഴുതാനും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഫീച്ചറിലുണ്ട്. ഞാൻ ഇവിടെ പോയപ്പോൾ, ഞാൻ അത് ചെയ്തപ്പോൾ, ഞാൻ അങ്ങനെ പോയപ്പോൾ, ഞാൻ അവിടെ ആയിരുന്നപ്പോൾ, ഇങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനൊരു അനുഭവം, ഇങ്ങനെ നമ്മളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പക്ഷേ ന്യൂസ് സ്റ്റോറിയിൽ ഞാനാണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നൊരു ജേർണലിസ്റ്റിനും പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പേഴ്സണൽ ഫീച്ചേഴ്സിൽ നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് ഫീച്ചർ ചെയ്ത്. ഫീച്ചർ സ്റ്റോറീസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ഇൻ ദി സെക്കൻഡ് പേഴ്സൺ വിത്ത് ദി ജേർണലിസ്റ്റ് അഡ്രസ്സിങ് ദി ഓഡിയൻസ് മെമ്പേഴ്സ് ഡയറക്റ്റ്ലി. കറക്റ്റായിട്ട് ആ ഓഡിയൻസിൻ്റെ മുൻപിലേക്ക് ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് എഴുതി തയ്യാറാക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സ്. ചില കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുള്ള, ആളുകൾക്ക് താല്പര്യമുള്ള ചില ഏരിയകളുണ്ടായിരിക്കും.
ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. ചിലപ്പോൾ അത് സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഇംപ്രഷൻ ആയിരിക്കാം, ചിലപ്പോൾ എമ്പതി ആയിരിക്കാം, ചിലപ്പോൾ ആങ്കർ ആയിരിക്കാം. എന്നാലും ചില സ്പെഷ്യൽ ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ താല്പര്യമുള്ള, നമുക്ക് വായിക്കാൻ താല്പര്യമുള്ള ചില സ്റ്റോറീസ് ഉണ്ടായിരിക്കും. അതിനേക്ക് എഴുതുന്നതിനെയാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയും. ദീസ് ഡീൽ വിത്ത് ഓർഡിനറി പേഴ്സൺ in extraordinary circumstances such as construction workers winning 5 crores Onam bumper lottery, or extraordinary person in an extraordinary circumstances such this chief minister held up in traffic jam for 3 hours. They appeal to the emotion of readers. ചില കാര്യങ്ങളിൽ ചില എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇമോഷൻസ്, അത് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ സിമ്പതി തോന്നും, ചിലപ്പോൾ എമ്പതി തോന്നും, ചിലപ്പോൾ ക്യൂരിയോസിറ്റി തോന്നും, ചിലപ്പോൾ ആകാംക്ഷ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യപ്പെടാം, വിഷമം ഉണ്ടായേക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടാവുമായിരിക്കാം. എങ്കിലും അതിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കത് വായിക്കാനുള്ള താല്പര്യം ഉണ്ടാവുന്ന പല സ്റ്റോറികളെയാണ്, ഫീച്ചേഴ്സുകളെയാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് എ ഫീച്ചർ സ്റ്റോറി. എങ്ങനെയായിരിക്കണം നിങ്ങളൊരു ഫീച്ചർ എഴുതാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഫീച്ചർ രൂപകൽപ്പന ചെയ്യേണ്ടത്. മെനി ഫീച്ചേഴ്സ് ബിഗിൻ വിത്ത് സമ്മറി ലീഡ്സ്. പലപ്പോഴും പല ലീഡ്സിലും പല ഫീച്ചേഴ്സിലും കണ്ടിട്ടുള്ള ഒരു രീതിയാണ്, ആദ്യമേ തന്നെ ഒരു സമ്മറി ലീഡ് എഴുതും. ആ സമ്മറി ലീഡിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് രീതിയായിരിക്കും പിന്നീട് അങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഹവെവർ, ഫീച്ചേഴ്സ് മേ ഓൾസോ ബിഗിൻ വിത്ത് കൊട്ടേഷൻ, അനക്ഡോട്ട്, ക്വസ്റ്റ്യൻസ്, ആക്ഷൻസ്, ഡിസ്ക്രിപ്ഷൻ, ഷോക്കിംഗ് ഫാക്ട്സ്, ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ് ടെക്നിക്സ്. നിങ്ങൾക്ക് ഡയറക്റ്റ് 5Ws 1Hും ഉൾപ്പെടുത്തിക്കൊണ്ട് ലീഡ് എഴുതാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ലീഡ് തുടങ്ങാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കൊട്ടേഷൻസ് കൊടുത്തിട്ട് നിങ്ങൾക്കൊരു ലീഡ് എഴുതി തുടങ്ങാം. അതും അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് അത് സംഭവിച്ചതിൻ്റെ കാരണം ഇതാണ്, അതിനെ സാങ്കേതികപരമായിട്ട് ഇങ്ങനെ വിലയിരുത്താം, അങ്ങനെ വിലയിരുത്താം, അങ്ങനെ ആ ഒരു ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് പറയാവുന്ന കേൾക്കാവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ചില സമയങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ട് അതിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള സാഹചര്യവും ഇവിടെയുണ്ട്. ദി ഓൺലി റിക്വയർമെൻറ്റ് ഈസ് ദാറ്റ് ദ ലീഡ് ഷുഡ് ഇൻട്രസ്റ്റ് പീപ്പിൾ ആൻഡ് അട്രാക്റ്റ് ദം ഇൻ ടു ദ ഡീറ്റെയിൽ ഓഫ് എ ഫീച്ചർ. നിങ്ങളിതിൽ ഏത് രീതി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇതിൽ ഒന്ന് ശരി ഒന്ന് തെറ്റ് എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 5Ws 1Hും പറഞ്ഞിട്ട് നാരേറ്റീവായിട്ടുള്ള ഒരു സമ്മറി ലീഡിലൂടെ തന്നെ വേണമെങ്കിൽ ഫീച്ചർ ആരംഭിക്കാം. ചില സമയങ്ങളിൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ മാത്രം എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം ഇട്ടിട്ട് നിങ്ങളുടെ ലീഡ് തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ലീഡ് തുടങ്ങാം. നിങ്ങൾക്കൊരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ലീഡ് തുടങ്ങും. ഇതിൽ ഏത് ലീഡും ഉപയോഗിക്കുന്നത് തെറ്റാന്നല്ല പറയുന്നത്, പക്ഷേ ഏതാണോ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിച്ച ലീഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീച്ചറിൻ്റെ ബാക്കി വായിക്കാൻ പ്രേക്ഷകനെ പ്രേരിപ്പിക്കാനായിട്ട് തോന്നണം. പ്രേക്ഷകൻ അത് വായിക്കാൻ തയ്യാറാവണം. അദ്ദേഹം അത് വായിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലീഡ് പെർഫെക്റ്റ് അല്ല, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. The body of a feature story can take a number of forms. The inverted pyramid style may be appropriate for some features and chronological order for others. നിങ്ങളുടെ ഫീച്ചർ സ്റ്റോറിയുടെ ലീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ എഴുതേണ്ടവർക്ക് അങ്ങനെ എഴുതാം. അവർ ഗ്ലാസ് സ്റ്റൈലിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതേണ്ടവർക്ക് അങ്ങനെ എഴുതാം. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റോറിയുടെ വലിപ്പം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോറി ഉണ്ടാക്കുന്ന താല്പര്യം, അത് വായിക്കാനായിട്ട് ജനങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു താല്പര്യമുണ്ടല്ലോ, ആ താല്പര്യത്തിനെ കൂടി ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളത് സെലക്ട് ചെയ്യേണ്ടത്. ചിലതിന് ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കും നല്ലത്, ചിലതിന് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ എഴുതി പോകുന്നതായിരിക്കും നല്ലത്. അതേതാണെന്ന് റൈറ്റർ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ആ രീതി ഫോളോ ചെയ്താൽ മാത്രമേ അതതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് മാറുള്ളൂ. റിഗാർഡ്ലെസ് ഓഫ് ദി ഫോം or style chosen, every feature must be coherent. All the fact must fit together smoothly and logically. നിങ്ങൾ ഏത് രീതി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതൊന്നും ഫീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഇൻവെർട്ടഡ് പിരമിഡോ അവർ ഗ്ലാസോ ഏത് സ്റ്റൈൽ വേണമെങ്കിൽ എടുക്കാം, ഏത് ലീഡ് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. സമ്മറി ലീഡോ, കൊട്ടേഷൻ ലീഡോ, ക്വസ്റ്റ്യൻ ലീഡോ,
ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. പക്ഷേ എന്തൊക്കെ തിരഞ്ഞെടുത്താലും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഫാക്ച്വൽ എവിഡൻസിനെ കൃത്യവും യൂസ്ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഫീച്ചറിനെ ഭംഗിയായിട്ട് എഴുതിയാൽ മാത്രമേ അത് വായിക്കാൻ ഭംഗിയുണ്ടാവുള്ളൂ, അത് വായിക്കാൻ ആളെയും കിട്ടുള്ളൂ. ട്രാൻസിഷൻസ് മസ്റ്റ് ഗൈഡ് ദി ഓഡിയൻസ് ഫ്രം വൺ സെഗ്മെൻറ്റ് ഓഫ് ദി സ്റ്റോറി ടു ദി നെക്സ്റ്റ് clearly reveal the relationship between those segments. Transition should be brief. They may ask a question, shift to a new time or place, or repeat a keyword, phrase or idea. നിങ്ങളുടെ ഫീച്ചറിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും തമ്മിൽ റിലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഒന്നൊന്നിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് എടുത്ത് അതിനെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. എപ്പോഴും നിങ്ങളുടെ ഇത് ബ്രീഫ് ചെയ്യുന്നത് കറക്റ്റായിരിക്കണം. ട്രാൻസിഷൻ എപ്പോഴും ബ്രീഫ് ചെയ്തിരിക്കണം. അതിനെ വല്ലാതെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാനായിട്ട് അത് കാരണമായി തീരും. ഫീച്ചർ ഷുഡ് എൻഡ് വിത്ത് എ കൺക്ലൂഷൻ, പെർഹാപ്സ് ആൻ അനക്ഡോട്ട്, കോട്ട്, കീവേഡ് റിപ്പീറ്റഡ് ഇൻ സം സർപ്രൈസിങ് ഓർ മീനിങ് വേ. നിങ്ങളുടെ ഫീച്ചർ എപ്പോഴും അവസാനിക്കുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചിട്ടായിരിക്കണം. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു തീരുമാനം എന്നുള്ള രീതിയിലായിക്കൊള്ളണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ചില സാധ്യതകൾ മുന്നോട്ട് വയ്ക്കാം. ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇനി പക്ഷേ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ സാധ്യതയെ കണ്ടെത്തി അത് മറികടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ സുഗമമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി അതിനെ സർക്കാർ ഏറ്റെടുക്കുകയോ സർക്കാർ അതിന് തത്തുല്യമായിട്ടുള്ള രീതിയിൽ കോമ്പൻസേഷൻ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇനിയും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജീവിത രീതിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ തുടങ്ങി പല രീതിയിലും ഒരു വിഷയത്തെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ, ഇന്ന ആൾ പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും അദ്ദേഹം പറഞ്ഞത് ശരിയാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റമോ അത്ഭുതമോ സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതി എന്ന് പറയുന്നത് ചില ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, നിങ്ങളൊരു ഫീച്ചർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പലതവണ ആവർത്തിച്ച് വന്ന ചില കീവേഡ്സ്, ചില പ്രത്യേക കണ്ടെത്തലുകൾ, ചില ഡീവിയേഷൻസിലേക്ക് നയിക്കുന്ന ചില ടേണിംഗ് പോയിൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ആ ഫീച്ചറിനിടയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് അതെന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടോ അത് കൺക്ലൂഷനിൽ കൊണ്ടുവന്നിട്ടോ നിങ്ങൾക്ക് അതിനെ എങ്ങനെയെങ്കിലും ഒരു തരത്തിൽ ഫീച്ചറിനെ കൃത്യമായിട്ടുള്ളൊരു എൻഡ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റണം. കാരണം വായനക്കാരനെ ഇടയിൽ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് തോന്നരുത്. റൈറ്റർ എങ്ങും എത്തിക്കാതെ പാതി വഴിയിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് റീഡർക്ക് തോന്നാത്ത വിധത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങിയാൽ അതിൻ്റെ എല്ലാ വശങ്ങളും കവറപ്പ് ചെയ്ത് പോയതിനു ശേഷം അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ കൊണ്ടുപോയിട്ട് എൻഡ് ചെയ്തിട്ട് വേണം ഒരു ഫീച്ചർ അവസാനിപ്പിക്കാനായിട്ട്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ ഫീച്ചർ ദ റൈറ്റർ ഷുഡ് എഡിറ്റ് ആൻഡ് റീറൈറ്റ് ഇറ്റ് മെനി ടൈംസ്. പലപ്പോഴും ഒരു ഫീച്ചർ എഴുതി കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ പബ്ലിഷ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റില്ല. നമ്മളത് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വീണ്ടും വീണ്ടും പലതരത്തിലുള്ള റീറൈറ്റിംഗ് കൊണ്ടുവരേണ്ട ആവശ്യം വരും. കാരണം അവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തണം തോന്നും. ചിലപ്പോൾ ഇത് ഇത്തിരി പെർഫെക്റ്റ് ആയിട്ടില്ല, ഇത്തിരിയും കൂടി ഭംഗിയാക്കി ഇതിനെ കൊണ്ടുവരാൻ പറ്റും, കൂടുതൽ കളർ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ആഡ് ചെയ്യുന്ന കളർ ഇതിൻ്റെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കും. അങ്ങനെ പ്രേക്ഷകനെ കൂടുതലായിട്ട് ഇത് വായിക്കാനായിട്ട് പ്രേരിപ്പിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ തുടങ്ങി പല രീതിയിൽ അതിനെ റിലേറ്റ് ചെയ്ത് അതിനെ ഭംഗി വരുത്തി മാക്സിമം ദി ബെസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് ഒരാളുടെ ഫീച്ചർ നന്നാവുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഫീച്ചർ മാത്രമാണ്. ഫീച്ചേഴ്സ് എന്താണെന്നും ഫീച്ചേഴ്സ് എങ്ങനെ എഴുതണമെന്നും ഫീച്ചേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ ആദ്യത്തെ സെഗ്മെൻറ്റിൽ കണ്ടു. രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ കണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഫീച്ചർ റൈറ്റിങ്ങിൽ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ആദ്യത്തേത് നമ്മൾ കണ്ടു പ്രൊഫൈൽ ആൻഡ് ഓർ പേഴ്സണാലിറ്റി ഫീച്ചർ, പിന്നെയുള്ളത് ഹിസ്റ്റോറിക്കൽ ഫീച്ചേഴ്സാണ്. മൂന്നാമത്തേത് അഡ്വഞ്ചർ ഫീച്ചർ, 4 സീസണൽ ഫീച്ചേഴ്സ്, 5 എക്സ്പ്ലനേറ്ററി ഫീച്ചർ, 6 അൺയൂഷ്വൽ ഓക്യുപ്പേഷൻ ഓർ ഹോബി ഫീച്ചർ, 7 പേഴ്സണൽ എക്സ്പീരിയൻസ് ഫീച്ചർ,
8 ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചർ. ഇനി എങ്ങനെയായിരിക്കണം ഒരു ഫീച്ചറിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതും കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ആർട്ടിക്കിൾ, എങ്ങനെയാണ് ആർട്ടിക്കിൾ എഴുതേണ്ടത് എന്നുള്ളതും ആർട്ടിക്കിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ എടുത്തത് വരെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഒപ്പം തന്നെ കൊറോണ വൈറസിനെതിരെ ജാഗ്രതയോടുകൂടി ഇരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ മതി വലിയ വിപത്തിനും ആപത്തിനും അത് കാരണമായി തീരുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഭാഗം മാക്സിമം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.